കേരളത്തിന്റെ വടക്കേ അറ്റത്തേക്ക് മഞ്ചേശ്വരത്തേക്കാണ് നമ്മൾ പോകുന്നത്. മഞ്ചേശ്വരം നമുക്കറിയാം, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിവാദം ഘനീഭവിച്ച് ഉറഞ്ഞു നിൽക്കുന്ന ഒരു നിയമസഭാ മണ്ഡലമാണ്. മഞ്ചേശ്വരത്തെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് SDPI ഉണ്ടായിരിക്കുന്ന ഭിന്നതയാണ് ഇന്നൊരു പക്ഷേ രാഷ്ട്രീയ കേരളം ഇന്ന് വളരെ ആകാംക്ഷയോടെ നമ്മൾ നോക്കിക്കണ്ട ഒരു വാർത്ത എന്ന് പറയുന്നത്. അവിടുത്തെ സ്ഥാനാർത്ഥിയെ പിൻവലിക്കണമെന്ന് അവരുടെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ അതിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് തന്നെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. തുളസീധരൻ പള്ളിക്കൽ അങ്ങനെ ഒരു സ്ഥാനാർത്ഥി ഞങ്ങൾക്ക് അവിടെ വേണ്ട എന്ന് പറയുന്നത് നമ്മൾ കണ്ടു. എന്തായാലും അവിടെ ആ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി AKM അഷ്റഫിന്റെ അപരന്മാർക്ക് പിന്നിൽ തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു നേതാവായിരുന്നു എന്നുള്ളതും ഇന്ന് മീഡിയ വണ്ണിലൂടെ പുറത്തുവിട്ടൊരു വാർത്തയാണ്. MMK സിദ്ദിഖ് എന്ന് പറയുന്ന ഒരാൾ രണ്ടുപേരെ, അഷ്റഫ് എന്നു പേരുള്ള രണ്ടുപേരെ സ്ഥാനാർത്ഥിയാക്കി, ഒരു ബന്ധുവിനെയും ഒരു സുഹൃത്തിനെയും സ്ഥാനാർത്ഥിയാക്കി നിർത്തി അവിടെ സിദ്ദിഖിനെ പാർട്ടി പുറത്താക്കിയതും ഇന്ന് നമ്മൾ വാർത്തയിലൂടെ കണ്ടു. വളരെ പെട്ടെന്ന് നോക്കുകയാണ് എന്താണ് മഞ്ചേശ്വരത്ത് സംഭവിക്കുന്നത് എന്നുള്ളതാണ്. മഞ്ചേശ്വരത്തിന്റെ മനസ്സിൽ നിന്ന് മതേതര വോട്ടുകൾ എങ്ങോട്ടേക്ക് പോകും എന്നുള്ളതാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. മതേതര വോട്ടുകൾ ഭിന്നിക്കുമോ? ഇല്ല. പ്രബുദ്ധരായ മഞ്ചേശ്വരത്തെ വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം മതേതര വോട്ടുകൾ ഉറച്ചു തന്നെ നിൽക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കണം. പക്ഷെ അതിൽ വിള്ളലുണ്ടാക്കാൻ ശ്രമിക്കുന്നവരെ കുറിച്ചാണ് നമ്മൾ ഇന്ന് വിശദമായി പറയാൻ പോകുന്നത്. നോക്കൂ, അവിടുത്തെ സ്ഥാനാർത്ഥികൾ AKM അഷ്റഫ്, നിലവിലെ UDFന്റെ MLA AKM അഷ്റഫ് അവിടെ UDFന്റെ സ്ഥാനാർത്ഥിയായി എത്തുന്നു. അവിടെ ശക്തമായ മത്സരം കാഴ്ചവെച്ച K സുരേന്ദ്രൻ BJPയുടെ NDAയുടെ സ്ഥാനാർത്ഥിയായി എത്തുന്നു. KR ജയാനന്ദ അവിടെ LDFന്റെ കാൻഡിഡേറ്റായി എത്തുന്നു. പക്ഷെ നാലാമതൊരു സ്ഥാനാർത്ഥി അവിടെ SDPIയുടെ അഷ്റഫ് KM. നോക്കൂ, അഷ്റഫ് ബട്ടാജെ എന്ന പേരിലുണ്ടായിരുന്ന അറിയപ്പെടുന്ന ഒരു നേതാവ് അഷ്റഫ് KM എന്ന് പറയുന്ന പേരിൽ അദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ നെയിം എന്ന് പറയാവുന്ന പേരിൽ മത്സര രംഗത്തേക്ക് ഇറങ്ങുന്നു എന്നുള്ളതാണ് അവിടെ സവിശേഷമാക്കുന്നത്, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. SDPI മത്സരിക്കാൻ ഉറച്ചു തന്നെ നിൽക്കുകയാണ്. ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ പിൻവലിക്കില്ല എന്ന് പറയുന്നു. പക്ഷേ വീണ്ടും വിചാരം അവർക്കുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ് കേരളത്തിലെ, പ്രത്യേകിച്ച് അവിടെയുള്ള കാസർഗോഡുള്ള ആളുകൾ. നിലവിൽ അവിടുത്തെ ഒരു അവസ്ഥ നോക്കും. 53% അവിടെ ആ മണ്ഡലത്തിൽ മുസ്ലിം സമുദായത്തിൽപ്പെടുന്ന വോട്ടർമാർ, 43% ഹൈന്ദവ വിഭാഗത്തിലുള്ള വോട്ടർമാർ, 4% ക്രിസ്ത്യൻ വോട്ടർമാർ. അതാണ് അവിടുത്തെ ഒരു മഞ്ചേശ്വരത്തെ ഒരു സാമുദായിക നില എന്ന് പറയുന്നത്. മുൻ തെരഞ്ഞെടുപ്പുകളെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ് ഈ കണക്ക് എന്ന് പറയുന്നത്. 2021 കണക്ക് നമ്മളൊന്ന് വളരെ പെട്ടെന്ന് നോക്കണം. 2,21,682 വോട്ടാണ് അവിടെ കഴിഞ്ഞ തവണ അവിടെ ഉണ്ടായത്. അതിൽ നോക്കൂ, AKM അഷ്റഫിന് കിട്ടിയ വോട്ട് കഴിഞ്ഞ തവണ വളരെ പെട്ടെന്ന് നമുക്ക് AKM അഷ്റഫ് 65,858 വോട്ട്, 38.14% അദ്ദേഹം നേടി. പക്ഷെ തൊട്ടുപിറകെ അവിടെ K സുരേന്ദ്രനെ കാണാം, 65,013 വോട്ട് നേടി, 37.7% വോട്ട് അവിടെ NDAക്ക് ഉണ്ട് എന്നുള്ളതാണ്. VV രമേശൻ LDFന്റെ സ്ഥാനാർത്ഥി 40,639 വോട്ട്, 23% വോട്ട് മാത്രമാണ് അവിടെ LDFന് സമാഹരിക്കാൻ പറ്റിയത്. ഭൂരിപക്ഷം കേവലം 745. അതിന് മുൻപ് നടന്ന തെരഞ്ഞെടുപ്പിൽ കേവലം 89 വോട്ടിനാണ് അവിടെ AKM അഷ്റഫ് ജയിക്കുന്നത്. അവിടെ K സുരേന്ദ്രൻ പരാജയപ്പെടുന്ന സാഹചര്യം അവിടെ അന്നുണ്ടായത്. മഞ്ചേശ്വരത്ത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ 74,000 വോട്ട് പിടിച്ചു. ഉണ്ണിത്താന്റെ ഭൂരിപക്ഷം ആ മണ്ഡലത്തിലേക്ക് നോക്കുമ്പോൾ 17,258 ഇപ്പോൾ അതിനുശേഷം നടന്നിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് കൂടി വളരെ പെട്ടെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് പോകാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായിരുന്നു മഞ്ചേശ്വരത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഫലം? 9 ഇടങ്ങളിലും UDF ആണ്. അപ്പോൾ UDFന് മേൽക്കൈയുള്ളൊരു മണ്ഡലം. 1957 രൂപീകൃതമായി. അതിനുശേഷം ഇങ്ങോട്ട് മുസ്ലിം ലീഗിന് UDFന് വലിയ തോതിൽ ആധിപത്യമുള്ള ഒരു ഇടമാണ്. പക്ഷേ ഇടയ്ക്ക് അവിടെ CH കുഞ്ഞമ്പുവിൻ്റെ ഒരു ജയം അവിടെ ഉണ്ടായിരുന്നു. ഇടത്തോട്ട് ചാഞ്ഞതാണ്. പക്ഷെ അതല്ലാതെ ഉറച്ച കോട്ടയാണ് UDFനെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഈ കഴിഞ്ഞ സമീപകാല തെരഞ്ഞെടുപ്പുകളിൽ നേരിയ വ്യത്യാസത്തിനാണ് NDAയുമായി അവിടെ ഒരു ഫൈറ്റ് വരുന്നത്. ചില്ലറ വോട്ടുകൾക്ക് അവിടെ ജയിച്ചു പോകുന്ന സാഹചര്യമാണ്. അവിടെയാണ് വോട്ടുകൾ, ന്യൂനപക്ഷ വോട്ടുകൾ, അതുപോലെ തന്നെ അവിടെയുള്ള മതേതര വോട്ടുകളിൽ വിള്ളലുണ്ടാക്കാൻ കണക്കെ SDPI സ്ഥാനാർത്ഥിയെ നിർത്തിയത് എന്നാണ് UDFന്റെ ആക്ഷേപം എന്ന് പറയുന്നത്. അങ്ങനെ SDPI വന്ന് കുറേ വോട്ടുകൾ സമാഹരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആനുകൂല്യം സ്വാഭാവികമായിട്ടും ആർക്കായിരിക്കും ലഭിക്കുക എന്നുള്ളത് വലിയൊരു ചോദ്യം തന്നെയാണ്. എന്തായാലും അവിടുത്തെ കലുഷിതമായ സാഹചര്യം, വിവാദപരമായി നിൽക്കുന്ന മഞ്ചേശ്വരത്തെ തെരഞ്ഞെടുപ്പ് ഭൂമിയിൽ നിന്ന് ഷഫീഖ് നസറുള്ള പറയും എന്താണ് മഞ്ചേശ്വരത്ത് സംഭവിക്കുന്നത് എന്ന്.
SDPയുടെ മഞ്ചേശ്വരത്തെ സ്ഥാനാർത്ഥിത്വത്തിന് പിന്നിൽ പല കാരണങ്ങളുണ്ട്. പ്രാദേശികമായ കാരണം പഞ്ചായത്ത് ഇലക്ഷനിൽ SDPയ്ക്കുണ്ടായ വലിയ തിരിച്ചടിയാണ്. 2020 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരം, കുമ്പള, മംഗൽപ്പാടി അടക്കമുള്ള പഞ്ചായത്തുകളിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ SDPയ്ക്കുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്തിൽ, മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിൽ ഒരംഗമുണ്ടായിരുന്നു. എന്നാൽ 2025 ആവുമ്പോൾ ഗണ്യമായി ഈ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളുടെ എണ്ണം കുറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്തിൽ അവർക്ക് അവരുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ കഴിഞ്ഞില്ല. ഇതിൽ വലിയ ഒരു വികാരം മുസ്ലിം ലീഗിനെതിരെയും UDFിനെതിരെയും ഈ SDPയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മുസ്ലിം ലീഗിനെയും UDFിനെയും വിജയിപ്പിക്കേണ്ടുന്ന ഒരു ബാധ്യത SDPയ്ക്കില്ല എന്നതാണ് അവരുടെ പ്രവർത്തകർ പറയുന്നത്. അതോടൊപ്പം പ്രാദേശിക നേതാക്കളുടെയും വികാരം അങ്ങനെ തന്നെയാണ്. BJP വരുന്നു എന്നതിൻ്റെ പേരിൽ മുസ്ലിം ലീഗിനെ ഏകപക്ഷീയമായി വിജയിപ്പിച്ചെടുക്കേണ്ടുന്ന ഒരു ബാധ്യത SDPയ്ക്കില്ല. BJPയെ പരാജയപ്പെടുത്തേണ്ട ചുമതല പൂർണ്ണമായും SDPയെ ഏറ്റെടുക്കേണ്ടതില്ല എന്നതാണ് പ്രാദേശികമായി അവരുടെ വികാരം. ഈ മുസ്ലിം ലീഗ് തങ്ങളെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അതോടൊപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്തിലും ഗ്രാമപഞ്ചായത്തിലും ഉണ്ടായിരുന്ന അംഗങ്ങൾ വിജയിക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമങ്ങൾ നടത്തിയിരുന്നു. പ്രാദേശികമായി പ്രവർത്തിക്കാനുള്ള ഒരു അനുകൂല സാഹചര്യം ഉണ്ടാക്കുന്നില്ല എന്നത് അവരുടെ വികാരമാണ്. പ്രത്യേകിച്ചും AKM അഷ്റഫിനെയാണ് അവർ ടാർഗറ്റ് ചെയ്യുന്നത്. AKM അഷ്റഫിനെ പരാജയപ്പെടുത്തണം എന്നിടത്താണ് SDPയുടെ ഏറ്റവും വലിയ വികാരം മഞ്ചേശ്വരത്തുള്ളത്. അതിനാദ്യം അവർ ശ്രമം നടത്തിയത് LDFന് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി വരികയാണെങ്കിൽ പിന്തുണക്കും എന്നൊരു പ്രഖ്യാപനം മഞ്ചേശ്വരത്ത് SDPI നടത്തിയിരുന്നു. അതിന് ഷാനവാസ് പാദൂരിനെ CPMലൂടെ ഷാനവാസ് പാദൂർ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മഞ്ചേശ്വരത്ത് വരികയാണ് പിന്തുണക്കാനുള്ള ഒരു തീരുമാനം SDPI എടുത്തിരുന്നു. അത്തരത്തിൽ SDPI നേതാക്കളുടെ വാട്സപ്പ് സ്റ്റാറ്റസുകൾ ഈ ഷാനവാസ് പാദൂരിന് അനുകൂലമായിരുന്നു. പക്ഷേ CPM ഷാനവാസ് പാദൂരിന് പകരം അവിടെ ജയാനന്ദയെ മത്സരിപ്പിക്കാനുള്ള ഒരു തീരുമാനം വന്നതിന് പിന്നാലെയാണ് സ്വന്തം സ്ഥാനാർത്ഥി എന്ന സ്വഭാവത്തിലേക്ക് SDPI മാറുന്നത്. SDPIയുടെ ജില്ലാ കൗൺസിൽ അംഗം അഷ്റഫ് ബഡാജയെ മത്സരിപ്പിക്കാനുള്ളൊരു തീരുമാനത്തിലെത്തുന്നു. അഷ്റഫ് ബഡാജെ അഷ്റഫ് KM എന്ന ഒരു പേരിൽ അഷ്റഫ് KM എന്നതാണ് അഷ്റഫ് ബഡാജയുടെ ഔദ്യോഗികമായ പേര്. ആ പേരിൽ തന്നെ മത്സരിക്കണം എന്ന തീരുമാനത്തിലേക്ക് എത്തുന്നു. ഇങ്ങനെ BJPക്ക് അത് ഗുണകരമായാലും UDFിനെയും മുസ്ലിം ലീഗിനെ പ്രത്യേകിച്ചും പരാജയപ്പെടുത്താനുള്ളൊരു അവസരം എന്ന സ്വഭാവത്തിലാണ് SDPI അത് കാണുന്നത്. അതുകൊണ്ട് SDPI സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ളൊരു സാധ്യത വളരെ കുറവാണ്. വലിയ രൂപത്തിലുള്ള സമ്മർദ്ദം നേതാക്കന്മാരുടെ ഭാഗത്തുനിന്നുണ്ടായെങ്കിൽ മാത്രമേ അത്തരത്തിൽ ഒരു പിൻവലിക്കുന്ന തീരുമാനത്തിലേക്ക് അവരെത്തുകയുള്ളൂ. മഞ്ചേശ്വരത്ത് SDPIയുടെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കണം എന്ന് ആവശ്യപ്പെടുന്ന നേതാക്കളെ വിമർശിക്കുന്ന സ്വഭാവത്തിലാണ് മഞ്ചേശ്വരത്തെ SDPIയുടെ പ്രവർത്തകർ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇടപെടുന്നത്. അങ്ങനെ മഞ്ചേശ്വരത്തെ സ്ഥാനാർത്ഥിത്വം അംഗീകരിക്കാൻ കഴിയാത്ത നേതാക്കളുണ്ടെങ്കിൽ അവർക്ക് പാർട്ടിയിൽ നിന്ന് തന്നെ പിരിഞ്ഞു പോവാവുന്നതാണ് എന്ന സ്വഭാവത്തിലുള്ള പ്രചാരണം വ്യാപകമായി സമൂഹ മാധ്യമങ്ങളിൽ മഞ്ചേശ്വരത്ത് നടത്തുന്നുണ്ട്. അതിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു ഘട്ടത്തിലും പിന്മാറാൻ മഞ്ചേശ്വരത്തെ നേതാക്കന്മാരും അതോടൊപ്പം തന്നെ പ്രാദേശിക പ്രവർത്തകരും തയ്യാറല്ല എന്നത് തന്നെയാണ്. ഷഫീഖ് നസറുള്ളയാണ് വിവരങ്ങൾ. എന്തായാലും കരുത്തു കാണിക്കാനാണ് ഞങ്ങൾ മത്സരിക്കുന്നത് എന്ന് പറയുമ്പോഴും ഒരു പക്ഷേ ഒഴുക്കിന് വിപരീതമായി അവിടെ മഞ്ചേശ്വരത്ത് NDA സ്ഥാനാർത്ഥിക്ക് ജയമുണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ കലാകാലം SDPIയുടെ പക്കലും ഉണ്ടാകും. കുട പിടിച്ചു കൊടുത്തത് SDPI ആണ് എന്നുള്ള ചീത്തപ്പേര് കാലാകാലം അവരെ സംബന്ധിച്ചുണ്ടാകുമെന്ന് അവരുടെ ഉള്ളിൽ നിന്ന് തന്നെ ഇപ്പോൾ ഭിന്നതയായി മറനീക്കി പുറത്തു വന്നിട്ടുണ്ട്. മഞ്ചേശ്വരം കാത്തിരിക്കുകയാണ്.